Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ 40-ലേറെ ദിവസങ്ങളായി നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോമ്പിലും കാത്തിരുന്ന ആ വലിയ ആഴ്ച, പെസഹ രഹസ്യത്തിന്റെ ആഴ്ച സമാഗതമാകുന്നു. ഈ വലിയ ആഴ്ചയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഓശാന ഞായർ. മിശിഹായുടെ ഓർസ്ലേം പ്രവേശനം അനുസ്മരിക്കുന്ന ഈ തിരുനാൾ ദിനത്തില്, ഈ മാറാനായ തിരുനാളില്, കർത്താവിന്റെ തിരുനാൾ ദിനത്തില് അവിടുത്തെ മഹത്വപൂർണമായ ഓർസ്ലേം പ്രവേശനത്തിന്റെയും അതിന്റെ അർത്ഥങ്ങളെയും കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. പരസ്യജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗലീലയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഓർസ്ലേമിലേക്ക് ദീർഘമായി യാത്ര ചെയ്ത് ഓർസ്ലേമിന്റെ അതിർത്തിയിലെത്തി ജെറീക്കോയും കടന്ന് ഓർസ്ലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന രംഗത്തോടെയാണ് സുവിശേഷങ്ങളുടെ എല്ലാ വിവരണങ്ങളും അവസാനിക്കുന്നത്. അവസാന ഭാഗത്ത് ഈശോ ഓർസ്ലേമിലേക്ക് പ്രവേശിക്കുന്നത് രാജകീയമായിട്ടാണ്, ഒരു രാജാവായിട്ടാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് രാജകീയമായി പ്രവേശിക്കുന്നത്? മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ വാഗ്ദാനങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായി നിന്നിരുന്നത്, ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് ദാവീദ് രാജാവിന് ദൈവം നൽകിയിരുന്ന വാഗ്ദാനമാണ്. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട്, നിന്റെ കാലശേഷം നിന്റെ തന്നെ പുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജസിംഹാസനം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ രാജസിംഹാസനം എന്നേക്കും നിലനിൽക്കും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അപ്പോൾ ദാവീദിന്റെ പുത്രൻ ദൈവത്തിന്റെയും പുത്രനായിരിക്കും. അവനാണ് ദൈവത്തിന് യഥാർത്ഥമായ ആലയം പണിയുന്നത്, അവന്റെ രാജ്യമാണ് എന്നേക്കും നിലനിൽക്കുന്നത് എന്ന് അന്ന് ദാവീദിന് നൽകിയിരുന്ന വാഗ്ദാനമായിരുന്നു. ഈ വാഗ്ദാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രവാചകന്മാരെല്ലാവരും തന്നെ ഈ വരാനിരിക്കുന്നവൻ രക്ഷകൻ, വരാനിരിക്കുന്നവൻ അവൻ അഭിഷിക്തൻ, ദാവീദിന്റെ പുത്രനായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിച്ചിരുന്നു. യേശയ്യാ നബിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് തളിർത്തു വരുന്ന മുളയാണ് രാജാവായി വരുന്നത്, സമാധാനത്തിന്റെ രാജാവായി വാഴുന്നത്, നീതിയുടെ രാജാവായിരിക്കുന്നത് എന്നെല്ലാം യേശയ്യാ നബിയ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം ജനം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ മിശിഹായുടെ വരവിനെക്കുറിച്ച് പൂർവ്വ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യൂദായ്ക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ പറയുന്നുണ്ട്. യൂദായുടെ ഗോത്രത്തിലായിരുന്നല്ലോ രാജവംശം. ദാവീദ് ആ വംശത്തിലായിരുന്നു. ആ വംശത്തിൽ തന്നെയാണ് ഈശോയും ജനിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ നമ്മുടെ വായനയിൽ നമ്മൾ കേട്ടു, യൂദായെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, ചെങ്കോൽ യൂദ വിട്ടു പോവുകയില്ല, അതിന്റെ അവകാശി വരും വരെ ഒരിക്കലും ആ അധികാരദണ്ഡ് വിട്ടുപോവുകയില്ല, അവന്റെ സന്തതിയിൽ നിന്ന് അധികാരദണ്ഡ് നീങ്ങിപ്പോവുകയുമില്ല. ജനതകൾ അവനെ അനുസരിക്കും, അവൻ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സൂചന അന്ന് തന്നെ യാക്കോബിലൂടെ ദൈവം യൂദായ്ക്ക് നൽകിയിരുന്നു. അവിടെയും ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കുറിച്ചുള്ള പരാമർശവും ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ ഓശാന തിരുനാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമാണ്. 2-ാമത്തെ വായനയിൽ സക്രിയ പ്രവാചകനിലൂടെ ഈ ദാവീദിന് നൽകിയ ഈ ദൈവം നൽകിയിരുന്ന വാഗ്ദാനത്തിന്റെയും യാക്കോബിന്റെ ഈ അനുഗ്രഹത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ആകണം സക്രിയ പ്രവാചകൻ മുൻകൂട്ടി കണ്ടറിയിക്കുകയാണ്, സിയോൻ പുത്രി അതിയായി ആഹ്ലാദിക്കുക. 2-ാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഓർസ്ലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ പക്കലേക്ക് വരുന്നു. അവൻ വരുന്നത്, അവൻ പ്രതാപവാനാണ്, ജയശാലിയാണ്, പക്ഷേ അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്താണ്, ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് നിന്റെ പക്കലേക്ക് വരുന്നത്. അവൻ ജനതകൾക്ക് സമാധാനമരുളും, അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും ആയിരിക്കും എന്ന് സക്രിയ പ്രവാചകനും പറയുന്നുണ്ട്.
യഥാർത്ഥത്തില് ഈ സക്കറിയ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചത് അക്ഷരം പ്രതി നിറവേറുന്ന രീതിയിലാണ് ഈശോ മിശിഹ, നസ്രായനായ ഈശോ ജെറൂസലമിലേക്ക് പ്രവേശിക്കുന്നത്. അവിടുന്ന് ആയതുകൊണ്ട്, കർത്താവായതുകൊണ്ട് എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലായിരുന്നു. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ 2 ശിഷ്യന്മാരെ അയക്കുന്നു. പട്ടണത്തിലേക്ക് പോകുമ്പോൾ കഴുതയെയും കഴുതക്കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന്, അതായത് നാഥന്, എല്ലാറ്റിന്റെയും നാഥനായവന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അപ്പോൾ അവർ വിട്ടുതരുമെന്ന് പറയുന്നു. അക്ഷരം പ്രതി ഈശോ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരുന്നു. അവർ അവയുടെ മേൽ, ആ മൃഗങ്ങളുടെ മേൽ വസ്ത്രങ്ങൾ വിരിക്കുന്നു. ഈശോ അവയിൽ കയറിയിരിക്കുന്നു. അവർ വസ്ത്രങ്ങളും വൃക്ഷച്ചില്ലകളുമെല്ലാം വഴിയിൽ വിതറുന്നു ഈ രാജാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി. രാജാവിനെ സ്വീകരിക്കുന്നതിൽ ഇതുപോലെയുള്ള ആചാര രീതികൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ സോളമൻ രാജാവിനെ സ്വീകരിക്കുവാനായിട്ട് ഇതുപോലെയുള്ള ഒലിവിലയും ഒക്കെയായി ജനം നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ ജനം അവരുടെ വസ്ത്രങ്ങൾ വിരിക്കുന്നു, മരച്ചില്ലകൾ വഴിയിൽ വിതറുന്നു, ഓലകൾ, ഈന്തപ്പനയുടെ ഓലയും ഒക്കെ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് ഈന്തപ്പനയുടെ ഓലയിലായിരുന്നു. ഒലിവ് ശിഖരങ്ങളും എല്ലാം കൈകളിലേന്തി ഈശോയെ എതിരേൽക്കുകയാണ്, രാജകീയമായി എതിരേൽക്കുകയാണ് രാജാവിന്റെ, ദാവീദിന്റെ പട്ടണമായിരുന്ന ഓർസ്ലമിലേക്ക്. ദാവീദ് ആണ് ഓർസ്ലേം പട്ടണം പണിതത്. രാജസിംഹാസനം അല്ലെങ്കിൽ ആസ്ഥാനം അവിടേക്ക് മാറ്റിയത്. രാജാവിന്റെ രാജകൊട്ടാരവും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ദാവീദ് രാജാവിന്റെ പട്ടണത്തിലേക്കാണ് അവിടുന്ന് പ്രവേശിക്കുന്നത്. അത് ദാവീദിന്റെ പുത്രനായി മിശിഹ വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ് എന്ന് ഈ ജനക്കൂട്ടം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വിളിച്ചു പറയുന്നത് 118-ാം സങ്കീർത്തനം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവർ കർത്താവിനെ എതിരേൽക്കുകയാണ്. കർത്താവിന്, മിശിഹായെ കർത്താവായിട്ട് തന്നെ അവരുടെ ഇതുവരെയുള്ള മിശിഹായുടെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങൾക്കും സാക്ഷികളായിരിക്കുന്ന ഈ ജനക്കൂട്ടം വിളിച്ചു പറയുകയാണ്, നീ ദാവീദിന്റെ നാമത്തിൽ വരുന്നവനാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനാണ്, ദാവീദിന്റെ പുത്രനാണ്. ഹോശാന, അതായത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന ദാവീദിന്റെ പുത്രൻ നീ തന്നെയാണ് എന്നാണ് ജനക്കൂട്ടത്തിന്റെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന്, സ്തുതിഗീതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം കാത്തിരുന്ന ആ രക്ഷകനായ മിശിഹ, ദാവീദിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ കൂടി ആയിരിക്കുമെന്ന് അന്ന് സാമുവേലിന്റെ പുസ്തകം 2 സാമുവേൽ 7-ാം അധ്യായത്തില് 14-ാം വാക്യത്തിൽ പറഞ്ഞിരുന്നത് പൂർത്തിയാക്കുന്ന ആ ദൈവപുത്രനായ മിശിഹായാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ ആയ ദാവീദിന്റെ പുത്രൻ അനുഗ്രഹീതനാകുന്നു. ദാവീദിന്റെ രാജ്യം, നിത്യം നിലനിൽക്കുന്ന രാജ്യം അനുഗ്രഹീതമാണ്. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹോസിയാന എന്ന ഹിബ്രായ പദത്തിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അതിന്റെ അറമായ സുറിയാനി രൂപമാണ് ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് രാജാവിനോട് ഏറ്റുപറയുമ്പോൾ രാജാവിനെ അംഗീകരിക്കുകയാണ്, രാജാവായിട്ട് അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു, അവിടുത്തോട് കരുണ യാചിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. കാരണം നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ജനക്കൂട്ടം ഏറ്റുപറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈശോ പ്രവേശിക്കുന്നത്, ഇവിടെ ഒരു വൈരുദ്ധ്യത്തിന്റെ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പ്രവേശിക്കുന്നത് രാജാവായിട്ടാണ്, പക്ഷേ വളരെ വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്താണ് വരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മഹത്വത്തിന്റെ, ഉത്ഥാന മഹത്വത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു ഇതൊരു മുൻ ആസ്വാദനം ഇവിടെ നൽകുകയായിരുന്നു. ഉത്ഥാന മഹത്വത്തിന്റെ മാത്രമല്ല, അവിടുന്ന് രണ്ടാമത് വരാനിരിക്കുന്ന ആ മഹത്വത്തിന്റെ, എപ്രകാരമാണ് വരാനിരിക്കുന്നത്, അതിന്റെ ഒരു മുൻ സൂചന കൂടിയായിരുന്നു. പക്ഷേ ഇവിടെ പ്രവേശിക്കുന്നതായിട്ട് വളരെ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ്. കഴുതയെയും കഴുതക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരുന്നതിൽ സക്കറിയ പ്രവാചകൻ പറയുമ്പോഴും കഴുതയെയും കഴുതക്കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ ആദ്യത്തെ വായനയിലും നമ്മൾ അത് സൂചന കണ്ടു. എന്തുകൊണ്ടാണ് ഈ കഴുതയും കഴുതക്കുട്ടിയും, എങ്ങനെയാണ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ഈശോയ്ക്ക് ഇരിക്കാൻ സാധിക്കുക? അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സഭാപിതാവായ ഹിലരി ഓഫ് പൊയ്റ്റിയേഴ്സ് പറയുന്നത്, ഈ കഴുത സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെയും കഴുതക്കുട്ടി ജനതകളെയുമാണ്, വിജാതി ജനതകളെയുമാണെന്നാണ്. അപ്പോൾ മിശിഹായുടെ വരവോടുകൂടി ഇസ്രായേൽ ജനത്തോട് കഴുത, അതാണ് തള്ളക്കഴുത, ആ കഴുതയോട് കുഞ്ഞു ചേർന്ന് നിൽക്കുന്നത് പോലെ മറ്റു ജനതകളും, വിജാതി ജനതകളും
ഈ ജനത്തോട്, ദൈവജനമായ ഇസ്രായേലിനോട് എല്ലാ ജനതകളും ചേർക്കപ്പെടും. അവരൊന്നു ചേർന്ന് മിശിഹായെ രാജാവായി സ്വീകരിക്കും. അവൻ അവിടുത്തെ ആധിപത്യം അംഗീകരിക്കും. അവിടുത്തെ രാജ്യത്തിന്, ദൈവരാജ്യമായിരുന്നല്ലോ ഈശോയുടെ പ്രബോധന വിഷയം, ഈ ദൈവരാജ്യത്തിന് സ്വയം വിധേയരായി ജീവിക്കുമെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പരാമർശമെന്ന് ഹിലരി സൂചിപ്പിക്കുന്നുണ്ട്, വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇവിടെ അതേക്കുറിച്ച് തന്നെയാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 11-ാം അധ്യായത്തിലും പറയുന്നത്. വിജാതീയരുടെ ശ്ലീഹ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൗലോസ് പറയുന്നുണ്ടല്ലോ, കാട്ടുമുന്തിരിച്ചെടിയായി നിന്നെ, റോമാക്കാരോട് പറയുകയാണ്, വിജാതീയരായിരുന്ന നിങ്ങളെ യഥാർത്ഥ മുന്തിരിച്ചെടിയായി ഇസ്രായേലിനോട് ദൈവം കൂട്ടിച്ചേർത്തു. ചില ശാഖകൾ മുറിച്ചു കളഞ്ഞിട്ടാണ് വിശ്വസിക്കാതിരുന്ന ഈശോയെ സ്വീകരിക്കുമ്പോൾ ഓർസലമിലേക്ക് സ്വീകരിക്കുന്നത് ഈശോയുടെ അത്ഭുതകൃത്യങ്ങൾ കണ്ടിരുന്ന കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയാം. ആ കുഞ്ഞുങ്ങളുടെ അധനങ്ങളിൽ നിന്നാണ് ദൈവസ്തുതി ഉയർത്തുന്നത്. അപ്പോൾ ആ ഈശോയുടെ അത്ഭുതങ്ങൾ കാണുകയും പ്രബോധനം ശ്രവിക്കുകയും ചെയ്തിരുന്ന ആ വിശ്വസിക്കുന്ന ശിഷ്യ സമൂഹമാണ് ഈശോയെ എതിരേൽക്കുന്നത്. ഓർസലേം നിവാസികൾ, ഓർസലേമിനുണ്ടായിരുന്ന പുരോഹിതരും പ്രധാനികളും ഒന്നും ഈശോയെ അംഗീകരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന്, ദൈവജനത്തിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെട്ടത്. ആ വിച്ഛേദിക്കപ്പെട്ട സ്ഥാനത്താണ് അവർ തിരസ്കരിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതായിരുന്നു ഒരു ഓപ്പണിംഗ് ആയിട്ട് തീർന്നത് വിജാതീയർക്ക് ഈ ദൈവജനത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ആ ഉപമ ഉപയോഗിക്കുന്നത്. മുന്തിരിച്ചെടി, സാക്ഷാൽ മുന്തിരിച്ചെടി, അത് ഇസ്രായേൽ ജനമാണ്. ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയ്ക്ക് തിരഞ്ഞെടുപ്പിന് പാത്രീഭൂതരായ ജനം ഇസ്രായേലായിരുന്നു. ഈ ഇസ്രായേൽ ജനതയിലാണ് മിശിഹ ജനിക്കുന്നത്. ഈ ഇസ്രായേൽ ജനതയിൽ നിന്നായിരുന്നു ശ്ലീഹന്മാരെല്ലാവരും. ഈ ഇസ്രായേൽ ജനത്തിൽ നിന്നാണ് ആദ്യമേ ക്രൈസ്തവ സമൂഹം. ഇതിനോട് പിന്നീട് പൗലോസ് ശ്ലീഹായുടെ പ്രഘോഷണത്തിലൂടെയാണല്ലോ, അല്ലെങ്കിൽ മറ്റ് ശ്ലീഹന്മാരുടെ പ്രഘോഷണങ്ങളിലൂടെയാണല്ലോ വിജാതീയരും ഈ ദൈവജനത്തോട്, മുന്തിരിച്ചെടിയോട് ചേർക്കപ്പെടുന്നത്. അപ്പോൾ കാട്ടുമുന്തിരിച്ചെടിയായിരുന്ന, മുന്തിരിവള്ളിയായിരുന്ന തന്നെ ഈ യഥാർത്ഥ മുന്തിരിച്ചെടിയോട് കർത്താവ് തന്റെ കരുണയാൽ കൂട്ടിച്ചേർത്തതാണ്. വിജാതീയരായ വിശ്വാസികളോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും പറയുന്നത് തന്നെയാണ്, നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. യഥാർത്ഥ ഇസ്രായേലിനോട്, ദൈവജനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ കരുണയെ അനുസ്മരിച്ചുകൊണ്ട് വേണം ജീവിക്കുവാൻ എന്നാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ അനുസ്മരിപ്പിക്കുന്നത്. ഇവിടെ ദൈവജനം ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നു, കഴുതക്കുട്ടിയുടെ മേൽ വിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈശോയുടെ വിശ്വാസത്തെ പ്രതി പിന്നീട് ക്രൈസ്തവര്, രക്തസാക്ഷികള് സ്വന്തം ജീവൻ വെടിഞ്ഞ, സ്വന്തം വസ്ത്രങ്ങള് അല്ലെങ്കിൽ വിവസ്ത്രരാക്കപ്പെട്ട, നഗ്നരാക്കപ്പെട്ട ആ രംഗങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ആദിമ ക്രൈസ്തവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് ശ്ലീഹന്മാരുടെ പാദാന്തികത്തിൽ സമർപ്പിച്ച് ആ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നൊക്കെ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ മിശിഹ രാജകീയമായിട്ട് ഈ ഓർസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളുടെ മുന്നോടിയായിട്ടാണ്, അവിടുത്തെ മഹത്വത്തിന്റെ മുന്നോടിയാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ രാജാവാണെന്ന് പ്രസ്താവിക്കപ്പെടാൻ പോകുന്നതും എഴുതി വയ്ക്കപ്പെടാൻ പോകുന്നതും അവിടുത്തെ കുരിശിലാണ്. അവിടുന്ന് പീലാത്തോസിന് മുൻപിൽ വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ അവിടുത്തെ മരണത്തിന് വിധിക്കുന്നതിന് കാരണമായിട്ട് പീലാത്തോസ് പ്രസ്താവിക്കുന്നതും അവിടുന്ന് രാജാവാണ് എന്ന് സമ്മതിച്ചതാണ് നമുക്കറിയാം. സീസറിനെതിരായി തീരുമോ, തന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നുള്ള ഭയമായിരുന്നു ഭീരുവായ പീലാത്തോസിനെ ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് കാരണമായി തീർന്നത്. അപ്പോൾ ഈശോ മരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജാവായിട്ട് തന്നെയാണ്. അവിടുന്ന് ജീവിച്ചതും രാജാവായിട്ടാണ്. ദൈവരാജ്യത്തിന്റെ വക്താവായി, അതിന്റെ പ്രഘോഷകനായി, ദൈവരാജ്യത്തിന്റെ സ്ഥാപകനായി അവിടുന്ന് വന്നു. ദൈവരാജ്യം ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം. ഈ ദൈവരാജ്യം സ്വയം ജീവിതത്തിൽ അവിടുന്ന് പ്രാവർത്തികമാക്കി. പിതാവായ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് ഈ രാജ്യം സ്ഥാപിക്കുകയായിരുന്നു, അതിനെ ആരംഭമിടുകയായിരുന്നു. ആ ദൈവഹിതത്തിന്, അവിടുത്തെ മാതൃകയിൽ ദൈവഹിതത്തോട് സഹകരിക്കുന്ന, ദൈവഹിതത്തിന് വിധേയരാകുന്നവരുടെ സമൂഹത്തിന് അവിടുന്ന് രൂപം നൽകുകയായിരുന്നു. അതാണ് തിരുസഭ. അപ്പോൾ ഇന്ന് ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടുത്തെ ആ ദൈവിക മഹത്വം നമുക്ക് ഏറ്റുപറയാം. അന്ന് ഏറ്റുപറഞ്ഞ ആ കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളുടെ, ബാലകരുടെ, മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ നിന്നാണ് ദൈവം ദൈവസ്തുതികൾ ഉയർത്തിയത്. അത് കുഞ്ഞുങ്ങളെ സൂചിപ്പിക്കുന്നത് ഹൃദയ നൈർമല്യത്തെയാണ്. ഹൃദയ നൈർമല്യമുള്ളവർക്കേ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നൈർമല്യം നമുക്കുണ്ടാകുവാൻ അത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നൈർമല്യത്തോടെ ഈശോ കർത്താവാണ്, രാജാവാണ്, എന്റെയും ജീവിതത്തിന്റെ നാഥനാണ്, കർത്താവാണ് എന്നുള്ളത് ഏറ്റുപറയുവാൻ ഈ തിരുനാൾ ആഘോഷം നമ്മെ സഹായിക്കട്ടെ. ഒപ്പം അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഓശാന എന്ന് ഓരോ കുർബാനയിലും നമ്മൾ ആ ഓശാന ഗീതം ആലപിക്കുമ്പോൾ
ഈ ഓർസലേം നിവാസികളോട് ചേർന്ന് ഈശോയെ എതിരേറ്റ ആ വിശ്വാസി ഗണത്തോട് ചേർന്ന് നാമും അവിടുത്തെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അവിടത്തേക്ക് സ്തുതി പാടുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് മാലാഖമാര് ഈശോയുടെ ജനനവേളയിൽ ആലപിച്ച അതേ ഗീതത്തിന്റെ തന്നെ ധ്വനി, അത്യുന്നതങ്ങളും ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമെന്ന് അന്ന് മാലാഖമാർ ആലപിച്ചത് തന്നെയാണ്. അതിന്റെ വേറൊരു രൂപത്തിലാണ് ഈശോയെ എതിരേൽക്കുന്ന ആ വിശ്വാസി സമൂഹം, ശിഷ്യ സമൂഹം ഏറ്റുപറയുന്നത്. അവിടെയും സമാധാനത്തെക്കുറിച്ചുള്ള പരാമർശവും ദൈവത്തിന് ലഭിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ചുള്ള, അത്യുന്നതങ്ങളിൽ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള സൂചനയുമുണ്ട്. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തെയും അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒന്നിപ്പിച്ച് കാണുന്ന, ഒരേ ഫ്രെയിമിൽ കാണുന്ന ഒരു ചിന്ത ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ പൂർത്തീകരണമാണല്ലോ, ക്ലൈമാക്സ് ആണല്ലോ സഹനമരണോത്ഥാനങ്ങളിൽ. അവിടുന്ന് വന്നത് സമാധാനം സ്ഥാപിക്കുവാനാണ്, അവിടുന്ന് മരിക്കുന്നതും ഈ സമാധാന സ്ഥാപകനായിട്ടാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ എഫേസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ സമാധാനമായി തീർന്നു. അവന്റെ സഹനമരണോത്ഥാനത്തിലൂടെ അവൻ സമാധാനമായി തീർന്നു. അതുകൊണ്ടാണ് ഉത്ഥിതനായ മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം സമാധാനം ആശംസിക്കുന്നത്. മിശിഹ നൽകുന്ന ഈ സമാധാനം, അവിടുന്ന് സമാധാന രാജാവായിട്ടാണ് ഓർസലേമിലേക്ക് പ്രവേശിച്ചത്. ദൈവരാജ്യമായിട്ട് തന്നെയാണ് അവിടുന്ന് പ്രവേശിക്കുന്നത്. ഈ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവിടേക്കാണ് നമുക്കും പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ദൈവരാജ്യ അംഗത്വം നൽകിയ മിശിഹായുടെ രാജ്യത്വത്തിന് വിധേയമായി ജീവിക്കുവാൻ, അവിടുത്തെ പരിപാലനയിൽ അവിടുന്ന് പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന ആ പരിപാലനയിൽ ഉൾപ്പെടുത്തപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചതിൽ, ദൈവാനുഗ്രഹം ലഭിച്ചത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അവിടുത്തെ നാഥൻ കർത്താവുമായി ഏറ്റുപറയാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലെ ഓരോ കുർബാനയിലും ഓശാന ഗീതം ആലപിക്കുമ്പോൾ നമുക്ക് അന്ന് ഓർസലേമിൽ ഈശോ എതിരേറ്റവരോട് ചേർന്ന്, സ്വർഗീയ ഗണത്തോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കാം. അവിടുത്തെ കരുണയ്ക്ക് നമ്മെ തന്നെ വിധേയരാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.